അർജന്റീനയുടെ ഗവൺമെന്റ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തു. ലയണൽ മെസ്സി ആണെങ്കിൽ ഇതുവരെ ആ ഒരു കാര്യത്തിൽ ഒരു റിയാക്ഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല, ഒന്നുപോലും റിയാക്ട് ചെയ്തിട്ടില്ല. പക്ഷെ അർജന്റീന ജനങ്ങൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ഗവൺമെന്റിനോട് എതിരെ പ്രതിഷേധങ്ങൾ നടത്തുകയാണ്. അവർ റിയാക്ട് ചെയ്യാൻ തുടങ്ങി. അർജന്റീന ജനങ്ങൾ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റിയാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ലയണൽ മെസ്സി ആണെങ്കിൽ ഇതുവരെ ഒരു റിയാക്ഷനോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. ലോകമൊറ്റ നോക്കുന്ന വലിയ സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു ഫുട്ബോളറാണ് ലയണൽ മെസ്സി. അദ്ദേഹം പോലും ഈ ഒരു കാര്യത്തോട് ഗവൺമെന്റിനെതിരെ റിയാക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു ചോദ്യം പോലും ഉന്നയിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ റീസെന്റ് ആയിട്ടുള്ള ലയണൽ മെസ്സിയുടെ പോസ്റ്റുകളിൽ, കളിയുടെ മാച്ചുകളിലൊക്കെ താഴെ വരുന്ന കമന്റുകൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ലയണൽ മെസ്സിനെ മോശമായി പറയുന്നതും, അതുപോലെ തന്നെ CR7 റൊണാൾഡോ ഇസ് ദ ബെസ്റ്റ്, റൊണാൾഡോ എന്ന് പറഞ്ഞത് കോട്ടാണ്, റൊണാൾഡോ ബെസ്റ്റ് ആണ്, റൊണാൾഡോ തീയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകൾ കാണാം. ഈ കമന്റ് ഇടുന്നവരോട് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, റൊണാൾഡോ ആണെങ്കിലും ഇതുവരെ ആ ഒരു കാര്യത്തെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ജെന്യൂൻ ആയിട്ടുള്ള വീഡിയോസോ പോസ്റ്റുകളോ കാര്യങ്ങളൊന്നും റൊണാൾഡോ ആണെങ്കിലും ഫലസ്തീനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ലയണൽ മെസ്സി ആണെങ്കിലും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ചുരുക്കി പറഞ്ഞ രണ്ട് പേരും ഒരേപോലെയാണ്. പക്ഷേ ലയണൽ മെസ്സിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു ഷെയിം ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അർജന്റീനയുടെ ഗവൺമെന്റ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തിട്ട് അതിനെതിരെ ഒരു പബ്ലിക്കിൽ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ചോദ്യമോ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന പോലോ ഒരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്കാ സൈലൻസ് ആണ്. അത് വളരെ ഷെയിം ആയിട്ടുള്ള ഒരു കാര്യമാണ്. സാധാ ജനങ്ങൾ വരെ റിയാക്ട് ചെയ്യാൻ തുടങ്ങി. എന്നിട്ടും ലയണൽ മെസ്സി ഇക്കാര്യം അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് ഇങ്ങനെ പറഞ്ഞിട്ടും അതിനെതിരെ ഒരു ചോദ്യം പോലും ഉന്നയിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞത് ഭയങ്കര ഷെയിം ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ സമയത്ത് സ്പെയിൻ ഒരു ബിഗ് സല്യൂട്ടാണ് കൊടുക്കേണ്ടത് അല്ലേ? സ്പെയിൻ എന്താ പറഞ്ഞത്, 2026 ഇസ്രായേൽ 2026 വേൾഡ് കപ്പിന് യോഗ്യത നേടുകയാണെങ്കിൽ 2026 വേൾഡ് കപ്പ് കളിക്കാൻ സ്പെയിൻ്റെ നാഷണൽ ടീം ഉണ്ടാവില്ല. ആ വേൾഡ് കപ്പ് കളിക്കാൻ സ്പെയിൻ്റെ നാഷണൽ ടീം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാണികൾ ഉണ്ടാവില്ല, അതിനനുസരിച്ചുള്ള ലോസും കാര്യങ്ങളൊക്കെ വരും. ഇതുപോലത്തെ തീരുമാനമാണ് മറ്റുള്ള മികച്ച നാഷണൽ ടീമിന്റെ ഗവൺമെന്റ് എടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഫിഫ തന്നെ പറയും ഇസ്രായേലിനെടുത്ത് പുറത്തു കളയുന്നതാണ് മികച്ച ഒരു ആൻസർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള തിരിച്ചടികൾ ഇസ്രായേലിന് കൊടുക്കുമ്പോഴേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന്റെ ഗൗരവം അല്ലെങ്കിൽ ആ ഒരു കാര്യം മനസ്സിലാവുള്ളൂ. നമുക്കൊന്നും വീഡിയോയിൽ നിന്ന് കാണാൻ പറ്റില്ല ഫലസ്തീനെ അവസ്ഥ. ഇത്രയ്ക്കും പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ഒരു കൺട്രീനെ സപ്പോർട്ട് ചെയ്തിട്ട് അതിന് റിയാക്ട് ചെയ്യാതെ ലയണൽ മെസ്സി ഇരിക്കുമ്പോൾ വളരെ ഷെയിമായിട്ടായി തോന്നുന്നത്. അതിപ്പോൾ ലയണൽ മെസ്സിൻ്റെ ഫാൻസിനാണെങ്കിലും ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിലും മെസ്സി സൈലൻസ് ആയിട്ട് നിൽക്കുന്നത് വളരെ ഷെയിമായിട്ടാണ് തോന്നുന്നത്. സ്പെയിൻ എടുത്ത പോലത്തെ വമ്പൻ തീരുമാനങ്ങളുമായിട്ട് മറ്റുള്ള നാഷണൽ ടീമുകളും വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇസ്രായേലിനെ പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റുള്ളൂ. കാരണം 2026 വേൾഡ് കപ്പ് എന്ന് പറയുന്നത് 48 ടീമിനെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാനുള്ളതാണ്. യൂറോപ്പിൽ നിന്ന് ഒരുപാട് ടീമുകൾ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഇസ്രായേലിന്റെ ടാബിളൊക്കെ നോക്കി നമുക്കറിയാം ഇറ്റലിയുമായിട്ടുള്ള മത്സരം കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. സോ ചാൻസസ് ഉണ്ട് ഇസ്രായേൽ കയറാൻ. അങ്ങനെ വരുമ്പോൾ ഇസ്രായേൽ കയറി കഴിഞ്ഞാൽ അത് വളരെ ഷെയിമാണ്. ഈ ഒരു സമയത്ത് വളരെ ഷെയിമാണ്. ഇസ്രായേൽ എടുത്ത് കളയണം. അങ്ങനെയാണെങ്കിൽ സ്പെയിൻ എടുത്ത തീരുമാനങ്ങളുമായിട്ട് ഒരുപാട് കൺട്രീസ് ഇനിയും വരണം, മസ്റ്റ്. ആ ഒരു കാര്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ ലയണൽ മെസ്സി റിയാക്ട് ചെയ്യുന്നില്ല, വൈ? ഫാൻസിനാണെങ്കിലും ആ ഒരു കാര്യത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ, ഇറ്റ്സ് മീ സ്കോറേഴ്സ് മൈൻഡ്.